ഇന്നത്തെ ഒരു മോർണിംഗ് വീഡിയോ ആണ്. രാവിലെ എണീറ്റ് വന്നപ്പോൾ ആദ്യം തന്നെ ചെയ്തത് ഫ്രിഡ്ജിൽ മീനുണ്ടായിരുന്നു, അത് ഐസ് പോകാനായിട്ട് പുറത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഇന്ന് പിന്നെ വിവേടിന് ഓഫാണ്, അതുകൊണ്ട് സമയമുണ്ടല്ലോ. ഞാൻ പത്തിരി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. ഇങ്ങനെ വിവേടിന് ഓഫുള്ള ദിവസം മാത്രമേ ഞാൻ പത്തിരിയോ നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കാൻ നിൽക്കാറുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, ഇഡ്ഡലിയോ ദോശയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാറുള്ളൂ. അപ്പോൾ വേഗം പത്തിരിക്കുള്ള പൊടിയൊക്കെ വാട്ടി വെച്ച് ഇനി അതൊന്ന് തണുപ്പ് പോകുമ്പോഴത്തേനും കറിക്കുള്ള പരിപാടികളൊക്കെ ചൂടാറുമ്പോഴത്തേനും കറിക്കുള്ള പരിപാടികളൊക്കെ നോക്കണം. അപ്പോൾ ഗ്രീൻ പീസ് ആയിരുന്നു കറി, അത് ഇന്നലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലാക്കി അതിലേക്കുള്ള തേങ്ങയും കൂടി ഒന്ന് ചിരകി അരച്ചെടുത്തു. ആ നേരം കൊണ്ട് തന്നെ പത്തിരി നന്നായി കുഴച്ച് ചുട്ടെടുത്ത്. പരത്തലും ചുടലും ഞാൻ ഒപ്പം തന്നെ ചെയ്ത്, പത്തിരി പ്രസ്സിലാണല്ലോ, അപ്പോൾ പിന്നെ പരത്താനും ചുടാനും ഒക്കെ എളുപ്പമുണ്ട്. അതും ആക്കി ഇവയ്ക്കുള്ള പാലും കാച്ചി ഗ്രീൻ പീസും ഒന്ന് വറവിട്ടെടുത്തു. ഇനി ഉച്ചയ്ക്കുള്ള പരിപാടികൾ നോക്കണം. ഉപ്പേരിക്ക് ചീര ഉണ്ടായിരുന്നു, അത് അരിഞ്ഞെടുത്ത് അതൊന്ന് ഉപ്പേരിയാക്കി. പിന്നെ കറിക്ക് മീൻ ഐസ് മാറിയിട്ടുണ്ടായിരുന്നു, അത് സ്രാവായതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് വറുത്തരച്ച് കറി വയ്ക്കാമെന്നാണ് വിചാരിക്കണേ. രാവിലെ ഗ്രീൻ പീസ് കറിക്ക് തേങ്ങ ചിരകുമ്പോൾ തന്നെ കുറച്ച് കൂടുതൽ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വറുത്തെടുത്ത്. ഈ തേങ്ങ വറുക്കണേൽ ഞാൻ 2-3 വെളുത്തുള്ളിയും ചെറിയുള്ളിയും കുറച്ച് പെരിഞ്ചീരകവും കൂടി ഇട്ടിട്ടാണ് വറുത്തെടുക്കണത്. പിന്നെ അത് അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ മസാലകളിടും. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇടും. പിന്നെ പുളി പിഴിഞ്ഞ് കറി അവിടെ അടുപ്പത്താക്കി. ഇനി എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.